2025 അവസാനിക്കാൻ പോവുകയാണ്. പുതുവർഷം പിറക്കുമ്പോൾ നമ്മളിൽ പലരും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പദ്ധതി ഇട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പഴയ രീതികളിൽ നിന്നുമൊക്കെ മാറി ചില കാര്യങ്ങളിലെങ്കിലും പുതിയൊരു സമീപനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം നമ്മളിൽ ചിലർക്കെങ്കിലും ഒക്കെ ഉണ്ടാകും. എന്നാൽ പുതുവർഷം പിറക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വ്യോമസേന വമ്പൻ നവീകരണങ്ങളാണ് നടത്താൻ ഒരുങ്ങുന്നത്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വ്യോമസേന മാറ്റത്തിന്റെ പാതയിലാണ്. ചെറിയ മാറ്റമൊന്നുമല്ല വരാനിരിക്കുന്നത്. 10,000 കോടി രൂപ ചെലവഴിച്ച് വമ്പൻ മാറ്റത്തിന് വ്യോമസേന തയ്യാറെടുക്കുന്നത്. വിശദമായി പറയുകയാണെങ്കിൽ ഇന്ത്യൻ വ്യോമസേന അതിന്റെ ISTAR കഴിവുകളിൽ പരിവർത്തനാത്മകമായ ഒരു നവീകരണത്തിന്റെ പാതയിലാണെന്ന് തന്നെ പറയണം. 10,000 കോടി രൂപ ചെലവിട്ട് 3 ബോംബാർഡിയർ ഗ്ലോബൽ 6500 അൾട്രാ ലോങ് റേഞ്ച് ബിസിനസ് ജെറ്റുകളെ നമ്മുടെ രാജ്യം അത്യാധുനിക എയർബോൺ കമാൻഡ് സെന്ററുകളാക്കി മാറ്റുകയാണ്. DRDOയുടെ നേതൃത്വത്തിലാണ് രാജ്യം ഇപ്പോൾ ഈ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത്. പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയിലേക്കുള്ള മുന്നേറ്റം തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കൺട്രോൾ സെന്ററുകളായി രൂപമാറ്റം പ്രാപിക്കുന്ന ഈ വിമാനങ്ങൾ മറ്റു വിമാനങ്ങളുടെ പ്രവർത്തനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു നാഡീ കേന്ദ്രമായി പ്രവർത്തിക്കുമെന്നതാണ്. വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ ഈ കൺട്രോൾ സെന്ററുകളായി പ്രവർത്തിക്കുന്ന വിമാനങ്ങൾ ആകാശത്തിലെ കണ്ണുകളായാണ് പ്രവർത്തിക്കുന്നത്. ഇവ ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും നമുക്ക് നേരെ ഉയർന്നു വരുന്ന ഭീഷണികൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് കൃത്യസമയം വിവര കൈമാറ്റം നടത്തുകയും ചെയ്യും എന്നതാണ് ഇതിന്റെ ധർമ്മം. ഈ വിമാനങ്ങൾക്ക് അതിർത്തി കടന്ന് നിരീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 100 കണക്കിന് കിലോമീറ്റർ അപ്പുറം നടക്കുന്ന കാര്യങ്ങൾ പോലും ഇവ മനസ്സിലാക്കി വിവരങ്ങൾ കൃത്യമായി കൈമാറുമെന്നതാണ് ഇവയുടെ വലിയൊരു നേട്ടം. ഇനി കൺട്രോൾ സെന്ററുകളായി പ്രവർത്തിക്കുന്ന വിമാനങ്ങളെ കുറിച്ച് പറയാം. ബോംബാർഡിയർ ഗ്ലോബൽ 6500. അതെ, ബോംബാർഡിയർ ഗ്ലോബൽ 6500 എന്നാണ് ഈ വിമാനത്തിന്റെ പേര്. സിവിലിയൻസിന് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു ആഡംബര ജെറ്റ് വിമാനമാണ് ഈ ബോംബാർഡിയർ ഗ്ലോബൽ 6500. സിവിലിയൻ വ്യോമയാനത്തിൽ ആഡംബരത്തിന് പേരുകേട്ടതാണ് ഈ കനേഡിയൻ നിർമ്മിത ജെറ്റ്. ഇവയ്ക്ക് ഒറ്റത്തവണ ഇന്ധനം നിറച്ചു കഴിഞ്ഞാൽ 6600 നോട്ടിക്കൽ മൈൽ നിർത്താതെ പറക്കാൻ സാധിക്കും. അതായത് ഏകദേശം 12,200 കിലോമീറ്റർ ദൂരം. ഇതൊരു വലിയ ഗുണവശമായി തന്നെ എടുത്തു പറയണം. കാരണം ഇന്ത്യയുടെ വിശാലമായ അതിർത്തി പ്രദേശങ്ങളിൽ ദീർഘനേരം പട്രോളിംഗ് നടത്തേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ദീർഘദൂരത്തിലേക്കുള്ള ആ ഒരു റേഞ്ച് വളരെ ഗുണം ചെയ്യുമെന്നതാണ്. അതുപോലെ തന്നെ വിദൂര കേന്ദ്രങ്ങളിലേക്ക് വളരെ വേഗത്തിൽ പറന്നെത്താനും ഈ ഒരു കഴിവ് ഇവയെ പ്രാപ്തമാക്കും. ആഡംബര യാത്രകൾക്കായി ഡിസൈൻ ചെയ്തതാണ് ഈ വിമാനമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾവശത്ത് സ്ഥല സൗകര്യത്തിനൊട്ടും കുറവില്ല. ഈ ഭാഗങ്ങളിലാണ് നമ്മുടെ സൈന്യത്തിൻ്റെ ഹാർഡ്വെയറുകൾ ഘടിപ്പിക്കുക. ഒരുപാട് സ്ഥല സൗകര്യമുള്ളത് കൊണ്ട് തന്നെ ഇവയൊക്കെ നല്ല രീതിയിൽ വിന്യസിക്കാൻ കഴിയുമെന്നതും ഇതിൻ്റെ ഒരു ഗുണവശമാണ്. എഞ്ചിനീയർമാർ അത്യാധുനിക റഡാർ അറേകൾ, എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയ സ്യൂട്ടുകൾ, മിഷൻ ക്രൂകൾക്കായി എർഗണോമിക് വർക്ക് സ്റ്റേഷനുകൾ എന്നിവ സ്ഥാപിക്കും. 12 മണിക്കൂറോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന ദൗത്യങ്ങൾ ഓപ്പറേറ്റർമാർക്ക് തടസ്സമില്ലാതെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുവഴി സാധിക്കുമെന്നതാണ് ഇതിന്റെ ഒരു ഗുണവശം. 51,000 അടി ഉയരത്തിൽ സഞ്ചരിക്കുന്ന ഗ്ലോബൽ 6500 മിക്ക വാണിജ്യ വിമാനങ്ങളെയും നിരവധി യുദ്ധവിമാനങ്ങളെയും ഒക്കെ പിന്നിലാക്കിയാണ് നമ്മുടെ സേനയുടെ ഭാഗമായിരിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം എന്തെന്നാൽ ഇവയ്ക്ക് വളരെ കുറഞ്ഞ അറ്റകുറ്റപ്പണി മതിയാകുമെന്നത് കൊണ്ട് തന്നെയാണ്. കാലാവസ്ഥയോ ഇരുട്ടോ പരിഗണിക്കാതെ ഉയർന്ന റെസൊല്യൂഷനിലുള്ള ഭൂപ്രദേശ ഭൂപടങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സിസ്റ്റം ഉൾപ്പെടെയുള്ള നമ്മുടെ സ്വന്തം നാട്ടിൽ വികസിപ്പിച്ചെടുത്ത ഒരുപാട് സജ്ജീകരണങ്ങൾ ഈ വിമാനത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്നതാണ് പുറത്തുവരുന്ന വിവരം. തത്സമയ മൂവിംഗ് ടാർഗറ്റ് ഇൻഡിക്കേഷൻ പോലെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ വിമാനത്തിൽ വേറെയുമുണ്ട്. അതായത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹന വ്യൂഹത്തെ തന്നെ ഇത് മനസ്സിലാക്കി ഉടനെ തന്നെ വിവരം കൈമാറുമെന്നതാണ്. അതുപോലെ തന്നെ സൈനിക സാന്ദ്രത കുറഞ്ഞ നിരീക്ഷണാസ്തികൾ എന്നിവയെ പോലും കൃത്യമായി ഇവ കണ്ടുപിടിച്ച് സൂചനകൾ നൽകും. മേക്ക് ഇൻ ഇന്ത്യ ഘടകങ്ങൾക്ക് മുൻഗണന നൽകുന്നതിലൂടെ പദ്ധതി വിദേശ വിൽപ്പനക്കാരെ ആശ്രയിക്കുന്നത് വലിയ രീതിയിൽ തന്നെ കുറയ്ക്കും. തന്ത്രപരമായി ഈ ഐസ്റ്റാർ ആസ്തികൾ ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിലും പാകിസ്ഥാനുമായുള്ള നിയന്ത്രണ രേഖയിലും അതിർത്തി ജാഗ്രതയിൽ വലിയ വിപ്ലവത്തിന് തന്നെ വഴിയൊരുക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്.